സമയം വല്ലാതെ പെട്ടെന്ന് പോകുന്നുണ്ടല്ലേ. ഈ സമയം വളരെ പെട്ടെന്ന് കടന്നു പോകുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പല കാരണങ്ങളുണ്ടാകാം. നമ്മുടെ ടെക്നോളജിയോ നമ്മുടെ ജീവിതത്തിന്റെ സ്പീഡോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒക്കെ ആവാം. പക്ഷേ അതൊരു അമാറാത്തിൽപ്പെട്ടതാണ്, അതിന്റെ ഒരു അടയാളങ്ങളിൽപ്പെട്ടതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബ് പാപങ്ങൾ ചെയ്യുമ്പോൾ മരിക്കും, നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു തെറ്റ് ചെയ്യുന്ന അവസ്ഥ വന്നാൽ അതിലേക്ക് ഖൽബ് കൊടുക്കാതിരിക്കുക, അതാണ് ഖൽബിന്റെ ജീവൻ നിലനിർത്താനുള്ള മറ്റൊരു വഴി. നിങ്ങളുടെ ജോലി സംബന്ധമായ വിഷയങ്ങളിൽ വരുന്ന തെറ്റുകൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു ഷോപ്പിലായിരിക്കുമ്പോൾ വരാൻ പോകുന്ന തെറ്റുകൾ ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് പല തരത്തിലുള്ള കസ്റ്റമേഴ്സ്, പല ജാതിക്കാര്, പല ജെൻഡർ ആളുകൾ വന്ന് നിങ്ങളുമായി ട്രാൻസാക്ഷൻ ചെയ്യുന്ന അവസ്ഥയിൽ വരാനുള്ള തെറ്റുകളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏതൊക്കെ തെറ്റുകൾ വരുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ, നിത്യമായി ചെയ്യുന്ന തെറ്റുകൾ, അതിനെപ്പറ്റി ഓർക്കുക. എന്നിട്ട് ആ തെറ്റിൽ നിന്ന് പുറത്തു വരണം. ശരീരം അതിലേക്ക് കൊടുക്കാതിരിക്കുക, ഖൽബ് കൊണ്ട് ആ തെറ്റിലേക്ക് പോവാതിരിക്കുക. നമ്മൾ ഒരിക്കലും ആ തെറ്റിന് നമ്മെ അങ്ങ് ചാഞ്ഞു കൊടുക്കരുത്, ചെരിഞ്ഞു കൊടുക്കരുത്, പിടിച്ചു നിർത്തുക. ഞാനത് ചെയ്യില്ല എന്ന ഒരു തരത്തിലുള്ള ഇബാ എന്ന് അറബിയിൽ പറയും, ഒരു തരം റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം. ഞാനതിനില്ല, നമ്മളങ്ങ് നിന്നു കൊടുത്തായിപ്പോ. അങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വമൻ യസ്തഅഫിഫ് യുഇഫുഹുല്ലാഹ്. ചാരിത്രശുദ്ധി വേണമെന്ന് ആരെല്ലാം അന്വേഷിച്ച് നടക്കുന്നുണ്ടോ അവർക്ക് അല്ലാഹു ഇത് കൊടുക്കും. എനിക്ക് വ്യഭിചരിച്ചുകൂടാ എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടോ, നിങ്ങൾക്ക് അല്ലാഹു രക്ഷ നൽകുന്നതാണ്. അതല്ല, തരക്കേടില്ല, കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ തെറ്റുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയും ചെയ്യും. വമൻ യസ്തഅഫിഫ്. അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ സൂറത്തുൻ നൂറിലെ ആ പ്രയോഗം, والذين لا يجدون نكاحا وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله. والذين لا يجدون نكاحا. നിക്കാഹ് ചെയ്യാൻ കഴിയാത്തവര്, ഒരു കല്യാണത്തിന് സമയമായിട്ടില്ല, അല്ലെ വാപ്പ പറയാണ് ഇപ്പൊ പറ്റൂല, കുറച്ചുകൂടെ കഴിയണം എന്ന് പറയുന്നുണ്ട് വാപ്പ, അല്ലെ നാട്ടുകാരൊരു ഏജ് വെച്ചിട്ടുണ്ട്, അത്രക്ക് അവനായിട്ടില്ല, അവനിപ്പോ തന്നെ തോന്നുന്നുണ്ട് എനിക്കിപ്പോ ഒരു കുടുംബത്തൊക്കെ പോറ്റാൻ പറ്റുമല്ലോ എന്ന് അവന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മസ്ലഹത്വം കല്യാണം കഴിച്ചോട്ടെ എന്ന് വെക്കലാണെന്നാണ്. നീട്ടിക്കൊണ്ടോണ്ടാണ്. 20 വയസ്സോ 22, 24, 25, 20ന്റെ മുമ്പൊന്നും നമ്മുടെ നാട്ടിൽ നടക്കൂല എന്നുണ്ടല്ലേ, ആരും കെട്ടിച്ചെടുക്കൂല അല്ലേ. ആണേ പെണ്ണിനെ പറ്റില്ല. നേരത്തെ വിവാഹം നടക്കുന്നത് ഒരു തരത്തിൽ ഖൈറാണ്. അല്ല, ആകെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ നടക്കുന്ന ആൾക്കാരെ ഓരോടെല്ലാം നമ്മൾ ഈ പറയണം. അള്ളാഹിനെ പേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാ, അവർക്കത് നേരത്തെ നടക്കുന്നതാണ് നല്ലത്. അതിലാ ഖൈറാണ്, അതവർക്ക് ഖൈറാണ്. നിക്കാഹ് ചെയ്യാൻ കഴിയില്ല, അവന് മഹർ കൊടുക്കാനായിട്ടില്ല, ജോലി ആയിട്ടില്ല, പക്ഷെ അവന് കല്യാണത്തിലേക്ക് ആഗ്രഹമുണ്ട്, പഠിച്ചവനെ ഒരു വ്യഭിചാരം സംഭവിക്കുമോ എന്ന് പേടി, അങ്ങനെയൊക്കെയുള്ള ആളുകൾ വിവാഹം ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ എന്ത് ചെയ്യണം? ചാരിത്രശുദ്ധി കിട്ടുന്ന വഴികൾ അന്വേഷിച്ചു പോകണം, അല്ലെങ്കിൽ പെട്ടുപോകും. ഒന്നുകിൽ അവൻ നോമ്പെടുക്കേ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കേ, കണ്ണിനെ നിയന്ത്രിക്കുകയോ ചെയ്ത് മുഴുവൻ സമയവും കണ്ണിനെ നിയന്ത്രിച്ചാൽ അല്ലാഹു തആല ഖൽബിന് ജീവൻ തരും, ഖൽബിന് ഈമാൻ തരും, ഖൽബിനുള്ള തഖ്വ തരും. നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ചാൽ, ഏതെങ്കിലും ഒരാൾ കണ്ണിനെ നിയന്ത്രിക്കുകയും അല്ലാഹു തആല ഹറാമാക്കിയത് നോക്കാതെ കണ്ണിനെ സൂക്ഷിക്കുകയും ചെയ്താൽ റസഖഹുല്ലാഹു ഇബാദതൻ യജിദു ഹലാവതഹ, മധുരമുള്ള ഒരു ഇബാദത്ത് അതിന് പകരം അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇബാദത്ത് അല്ലാഹു തരും, അത് മധുരം ഉണ്ടാവും. ഒരു നോട്ടം നോക്കാതിരുന്നതാ വിഷയം. ഒരു സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരുത്തി അങ്ങോട്ട് പോകുന്നുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഞാൻ ഭൂമിയിലേക്ക് കണ്ണ് താഴ്ത്തി. എന്നാ പിന്നെ ആ വരുന്ന സുബഹി നിസ്കാരത്തിനൊരു മധുരം ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഇബാദത്തിനൊരു രസം ഉണ്ടാവുന്നതാണ്. കണ്ണങ്ങ് സൂക്ഷിച്ചാൽ, അതാണും പെണ്ണും സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാണോ ചാരിത്രശുദ്ധി വേണമെന്ന് അന്വേഷിക്കുന്നത് അവർക്ക് അല്ലാഹു അത് കൊടുക്കും. നമുക്ക് തോന്നൽ വേണം, എനിക്കത് വേണമെന്ന് തോന്നൽ വേണം. ഐശ്വര്യം വേണമെന്ന് ആര് തേടി പുറപ്പെടുന്നുണ്ടോ അല്ലാഹു തആല അവർക്ക് ഐശ്വര്യം കൊടുക്കും.
ആർക്കാണോ ക്ഷമ വേണമെന്ന് തോന്നുന്നത് അവർക്ക് അള്ളാഹു ക്ഷമ കൊടുക്കും. എനിക്ക് ക്ഷമിക്കണം പടച്ചോനെ, നീ എന്നെ സഹായിക്കണേ, അവൻ അള്ളാഹു ക്ഷമ കൊടുക്കും. അള്ളാഹുവേ, കയ്യിൽ പൈസ ഇല്ലാതെ നടന്ന മനുഷ്യന്മാർക്ക് നമ്മളോട് വെറുപ്പായിരിക്കൂല റബ്ബേ. എങ്ങനെയാ മനുഷ്യന്മാരോട് ചോദിക്കുക? ആരാപ്പ തേരെ ചോദിച്ചാൽ 2 വട്ടം 3 വട്ടം ചോദിച്ചു, പിന്നെ ചോദിച്ചാൽ ഇവിടെ ആളില്ല എന്ന് പറയില്ലേ? അള്ളാഹു നീ തന്നെ എനിക്ക് താ റബ്ബേ, എന്റെ കയ്യിൽ ഐശ്വര്യം താ, ആരോടും ചോദിക്കുന്ന അവസ്ഥ വരുത്തല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക, അള്ളാഹു നിങ്ങൾക്ക് തരും. അത് ഖൈറല്ലേ? നമ്മൾ ബാക്കിയുള്ളവർക്ക് ഭാരമായി നടക്കുന്ന കടക ഖൈറതല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത്. നമുക്ക് ആരും പിരിവിട്ടേരണ്ട, നമ്മളെ കാര്യം ഓല കാര്യം ഉപ്പരകാര്യം ഉപ്പര നോക്കിക്കോളൂ. അൽഹംദുലില്ലാ, എന്തോ റാഹത്താണ്. ബാക്കിയുള്ള പാവങ്ങളെ നോക്കിക്കൂടെ ആ നേരം കൊണ്ട്? ആർക്കും ഭാരമാവാതെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹു എളുപ്പാക്കി തരും. ക്ഷമിക്കാൻ പറ്റണില്ല, അള്ളാഹുവിനോട് ചോദിക്കുക. പടച്ചവൻ എനിക്ക് ക്ഷമ തരണം റബ്ബേ, ക്ഷമിക്കാനുള്ള മനസ്സ് തരണേ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്, അല്ലാഹു തരും. നിങ്ങൾ ചോദിച്ചിട്ടില്ല, അതാ വിഷയം. ചാരിത്രശുദ്ധി തരണേ എന്ന് റബ്ബിനോട് ചോദിച്ചോ? അള്ളാഹുവേ, ഒരു വ്യഭിചാരത്തിലേക്ക് പോകാതെ നീ എന്നെ കാക്കണം പടച്ചവനെ. ഒരു പെണ്ണിന്റെ ഫിത്നയിൽ പെടാതെ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിന്റെ ഫിത്നയിൽ പെടാതിരിക്കാൻ നീ എന്നെ കാക്കണം റബ്ബേ എന്നൊരു പെണ്ണ് ചോദിച്ചോ, അവൾ അള്ളാഹു സഹായിക്കും. ഒരാണ് ചോദിച്ചോ, അവൾ അള്ളാഹു സഹായിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കിൻ, അതിലേക്ക് ചാഞ്ഞു കൊടുക്കല്ലിൻ. നിങ്ങളുടെ ഖൽബ് മരിക്കാതിരിക്കാൻ ആവശ്യമാണ്. ലിയുൻദിറ മൻ കാന ഹയ്യാ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഇങ്ങനെ ശുദ്ധമായ ഹൃദയമുള്ള ആളുകളിലേക്ക് ഈമാനിന്റെ നൂറും ഹിദായത്തിന്റെ പ്രകാശവും കടന്നു വരുന്ന ഖൽബുകൾ അല്ലാഹു തആല ആ ജീവനുള്ള ഖൽബിലേക്കാണ് ഖുർആനിന്റെ നൂറ് കൊടുക്കുന്നത്, ഖുർആനിന്റെ ഹിദായത്ത് അല്ലാഹു നൽകുന്നത്. അല്ലാഹുവിൽ പാപങ്ങൾ ചെയ്യാതെ അല്ലാഹുവിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ഖുർആൻ ഉപകാരപ്പെടും. അവർക്കതിന്ന് ഒരുപാട് കിട്ടാനുണ്ട്, കുറച്ചൊന്നല്ല. ഖുർആൻ ബഹ്റാന്നാ പറയാ, ബഹർ. അങ്ങോട്ട് ചെന്ന തീരൂല, എവിടെ എത്താൻ. അങ്ങനെ വല്ലാത്തൊരു അല്ലാഹുവിന്റെ വലിയൊരു മുഅ്ജിസത്തല്ലേ, പഠിച്ചാൽ തീരാത്തൊരു സംഗതിയാണ് അല്ലാഹുവിന്റെ കലാം. നമുക്ക് ആ ആയുസ്സിൽ റബ്ബെ ഒരു 200 കൊല്ലൊക്കെ ആയുസ് തരണേന്ന് തോന്നിപ്പോകും. എന്റെ ഖുർആൻ പഠിക്കാനുള്ള സമയം കിട്ടിയാൽ മതി റബ്ബെ, വേറൊന്നും വേണ്ട. ഇതിന്റെ മുഴുവൻ എല്ലാവിധ ചുറ്റുപാടുകളൊന്ന് പഠിച്ചെടുക്കാൻ ഈ 60 കൊല്ലം കൊണ്ടൊന്നും ആവില്ലല്ലോ പടച്ചോനെ, ഒരു 200 കൊല്ലൊക്കെ എനിക്ക് ആയുസ് തന്നൂടായിരുന്നോ എന്നൊക്കെ കൊതി തോന്നിപ്പോകും. അള്ളാഹുവിന്റെ കലാമിന്റെ ആഴം നമ്മൾ അറിയുമ്പോൾ. നമ്മളൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാൻ ഒരുങ്ങുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് പഠിക്കാനുണ്ട്, ഒന്നും ആയിട്ടില്ല എന്ന്. അള്ളാഹു നമുക്കൊക്കെ ഇൽമിൽ ബർക്കത്ത് തരട്ടെ, അള്ളാഹു ഇൽമിൽ ബർക്കത്ത് തരട്ടെ. വസ്തഇൻ ബില്ലാഹി വലാ തഅജസ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് നീ ചോദിക്ക് പടച്ചവനെ, നീ എന്നെ സഹായിക്കണം കേട്ടോ. വലാ തഅജസ്, നീ അശക്തനായിരിക്കല്ല, നീ സഹായിക്ക് റബ്ബേ. അതുകൊണ്ടാണ് മറിയം അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം എന്ന മഹാനായ പ്രവാചകന് ജന്മം കൊടുക്കാൻ പോകുന്ന മറിയമുൽ ബതൂൽ അലൈഹിസ്സലാം, മറിയം ബിവി റളിയല്ലാഹു അൻഹാ കുളിച്ചിങ്ങനെ വരുമ്പോഴല്ലേ സുമുഖനായി ചെറുപ്പക്കാരനായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പിലങ്ങ് പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എല്ലാ നാട്ടിലെല്ലാം ചെത്തിപ്പൊളിച്ച് ബൈക്കേറ്റ് പോയിട്ടൊരു നൃത്തം ഏതെങ്കിലും കുട്ടികളുടെ മുമ്പിൽ. നാട്ടിലൊരു രസമുണ്ടായി. ഒരു ഭർത്താവ്, ഓൻ സൗദിയിലാണ്, ഓന്റെ പെണ്ണ് നല്ല പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു നല്ല സ്വാലിഹത്തായ സൗന്ദര്യവും സ്വഭാവവും ഒക്കെ ഉള്ളൊരു പെണ്ണാണല്ലോ. ഇവൻ ഇവളോട് പറയാ, എന്ത്, എന്റെ ചങ്ങാതി നിനക്ക് വിളിക്കും, ഈ ഓന്റെ ഒപ്പം പോയിക്കൊണ്ടിരുന്നു. എന്റെ ചങ്ങാതി നിന്നെ വിളിക്കും, നീ ഓൻ എന്ത് ചെയ്യാ, മൈസൂർ ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങി 4 ദിവസം കറങ്ങിട്ട് ഓന്റെ കൂടെ ഒക്കെ കടന്നെടുത്തിട്ട് പോരുന്നു. ഈ പെണ്ണ് കരഞ്ഞടങ്ങാറായി പോയി. ഒരു നാട്ടിൽ 10-20 കൊല്ലം ജോലി ചെയ്ത വലിയ ഒരു മുഅദ്ദിനായ നല്ലൊരു മനുഷ്യന്റെ ഒരുപാട് പെൺമക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മരിച്ചു, അല്ലാഹു ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അതിൽ ഏറ്റവും സൗന്ദര്യം അച്ചടക്കമുള്ള നല്ലൊരു കുട്ടി, അവളുടെ ഭർത്താവ് പറഞ്ഞു കൊടുക്ക ഇവളോട് ഫോൺ ചെയ്തിട്ടേ, എന്റെ കൂട്ടുകാരൻ വരും, അവൻ വരുമ്പോ വാതിൽ തുറന്നു കൊടുക്കുക, എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക. ആ വിഷയം ആ കുട്ടിയുടെ നല്ല കാലത്തിന് ഒരു നല്ല മനുഷ്യന്റെ ചെവിയിലേക്ക് എത്തി. ആ വിഷയങ്ങൾ മുന്നോട്ട് ചെന്നു. അങ്ങനെ അവനെ പിടിച്ചു, നന്നായി പെരുമാറി. പച്ചയായി വ്യഭിചാരം ചെയ്യാൻ ഒരുങ്ങി നടക്ക, ഇനി ഭർത്താവിനെ കിട്ടാൻ കാത്തുകയാണ്. അവനാണ് ഇതൊക്കെ ചെയ്തു കൊടുത്ത ആള്. സ്വന്തം ഭാര്യയോട് പറയാ, നീ അന്യൊരുത്തന്റെ കൂടെ പോയി കിടക്കുകയെന്ന്. എന്ത് ഭർത്താവായവൻ, എന്ത് ദീനാണ് ഇവർക്കുള്ളത്. നല്ല അച്ചടക്കമുള്ള കുട്ടികൾ ചെന്ന് പെടുന്ന ഒരു അവസ്ഥ നോക്കി. യാ അല്ലാഹ്, ആ പെണ്ണ് അള്ളാഹുവിനോട് സഹായം ചോദിച്ചിട്ടുണ്ടാവും, റബ്ബേ നീ കാക്കേണമേ. അതുകൊണ്ടാ ഇത് പിടിക്കാൻ പറ്റുന്ന ഒരു ടീമിന്റെ കൈ കിട്ടിയത്. അവനെ കിട്ടി, അവനോട് നേരിട്ട് സംസാരിച്ചു. അവൻ അത് വിഷയം മുഴുവൻ മണിമണിയായിട്ട് പറഞ്ഞു. എന്താ നീ ചെയ്യാൻ പോയത്, ആരാ എന്നെ പറഞ്ഞയച്ചത്, നീ എന്തിനു വന്നു, എല്ലാം.
കുട്ടിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നല്ലൊരു കുട്ടിയാണ്, അള്ളാഹുവിന്റെ ഭയന്നുകൊണ്ടാണ്. തന്റെ ഭർത്താവ് പറയാണ്, ഭർത്താവ് തോന്നിവാസം ചെയ്യാൻ പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു വിഷയം ആര് പറഞ്ഞു? സ്വന്തം മാതാപിതാക്കൾ പറഞ്ഞു എന്ന് വരും ചിലപ്പോ. നീ അത് ചെയ്തോ ഇത് ചെയ്തോ, അള്ളാഹ്ക്കെതിരാണോ നീ ചെയ്യേണ്ട ആവശ്യമില്ല. മാതാപിതാക്കൾ ഇതിൽ പിണങ്ങിക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്നാ. ലാ ത്വാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. നമ്മളെ പടച്ചവന്റെ ഒരു നിയമത്തിന് വിരുദ്ധമായി ഒരു പടപ്പിന്റെ കാര്യം അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്നാ. പടപ്പ് പറഞ്ഞതല്ല കേൾക്കേണ്ടത്, പടച്ചവൻ പറഞ്ഞതാണ്. വലസ്തഅഫിഫ് വസ്തഇൻ ബില്ലാഹി വലാ തഅജസ്. അള്ളാഹുവിനോട് സഹായം തരുന്ന പറയും, റബ്ബേ നീ സഹായിക്കണമേ, അള്ളാഹുവിന്റെ സഹായം വരും. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്. സുമുഖനായി ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, വളരെ ഗുഡ് ലുക്കിംഗ് ഹാൻസം യങ് മാൻ, വളരെ മനോഹരമായി സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനായി മറിയം ബീവിയുടെ. എന്താ മറിയം ബീവി പറഞ്ഞത്? ഖാലത് മഅദല്ലാഹ്, അല്ലാഹുവേ കാവൽ തരണേ റബ്ബേ. അഊദു ബില്ലാഹി മിൻക ഇൻ കുൻത തഖിയ്യ. നീ അല്ലാഹനെ പേടിക്കുന്നുണ്ടോ? ഞാൻ എന്റെ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. അഊദു ബില്ലാഹി മിൻക ഇൻ കുൻത തഖിയ്യ. ഒരു പെണ്ണ് പറയേണ്ട വാക്കിതാണെന്നാണ്. അല്ലാഹുവേ നീ കാവൽ തരണേ റബ്ബേ. ഇതാ മിസ് കോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഫോളോ അപ്പ് തുടങ്ങുന്നുണ്ട്, എന്നെ ചേസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, എന്റെ മൂവ്മെന്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ കാവൽ തരണേ പടച്ചോനെ. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്ർ അങ്ങ് ചൊല്ലിയാൽ ഏത് വിതനക്കാരൻ തിരിഞ്ഞു പോകുന്ന. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. നിങ്ങൾ ആരെങ്കിലും ആക്രമിക്കുകയോ അപമാനിക്കുകയോ നിങ്ങളെ വേട്ടയാടുകയോ ചെയ്യും തോന്നിയിട്ടുണ്ടോ? ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ ഖൽബ് തട്ടിങ്ങ് പറഞ്ഞാൽ ആ മനുഷ്യന് കിട്ടേണ്ടത് അള്ളാഹുവിന് കൊടുക്കും. നിങ്ങളൊന്നും ചെയ്യണ്ട. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ഇത്രയേ വേണ്ടുള്ളൂ. നമ്മൾ മറുപടി പറയാൻ പോണ്ട, നമ്മൾ എതിർക്കാനും പോണ്ട. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാ, ഉഈദുക ബില്ലാഹി മിനശ് ശൈത്വാൻ, അഊദു ബില്ലാഹി, അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, അല്ലാഹുവേ നീ കാവൽ തരണമേ എന്ന് ചോദിച്ചു. അത് പക്ഷേ അവർക്ക് പരീക്ഷണമായിരുന്നു. അതൊരു പുരുഷൻ വന്നതായിരുന്നില്ല. ഞാൻ അള്ളാഹുവിന്റെ മലക്കാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ ബാക്കി കാര്യങ്ങൾ അള്ളാഹു ഏൽപ്പിച്ചത് പറഞ്ഞു കൊടുക്കുകയാണ്.